ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു പ്രസംഗം അതാണ് ഒരു പക്ഷേ ഒരു നമുക്കിപ്പോൾ ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതെ, അതാണ് പിന്നീട് വന്ന് ടെലിവിഷനിൽ ഇങ്ങനെ പാറി പറക്കാനും ഡിബേറ്റുകളിൽ സജീവമായിട്ട് ഇടപെടാനും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു കരിയറിലെ ഒരു ഗ്രാഫ് അങ്ങനെ ഡീവിയേറ്റ് ചെയ്യാനും കാരണം അതായിട്ട് കണ്ടൂടെ? ശരിക്കും തീർച്ചയായിട്ടും അതാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പല മനുഷ്യരും അവരുടെ കഴിവുകൾ അറിയാതെയാണ് മരിച്ചു പോകുന്നതെന്നാണ്. വളരെ യാദൃച്ഛികമായിട്ടുണ്ടായ ഇൻസിഡൻറ്റിൽ നിന്നാണ് എനിക്ക് പ്രസംഗിക്കാൻ കഴിയും എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ നിന്ന് രൂപപ്പെടുകയും പിന്നെ ക്ലാസ് ക്യാമ്പയിനുകളിൽ ഒരു നിർണായകമായ റോളാവുകയും SFI എന്നതിലേക്ക് കൂടുതൽ നമ്മൾ എൻഗേജ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടാണ് പിന്നെ പൊതുവേദിയിലേക്ക് പിന്നെ വരുന്നത് പിന്നെ രസകരമായ യാദൃച്ഛികതയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന അനൗൺസ്മെൻറ്റായി മാറി. അപ്പോൾ അനൗൺസ്മെൻറ്റ് തന്നെ ഇറ്റ്സെൽഫ് പ്രസംഗം എന്ന നിലയിലാണ് പോകുന്നത്. ഞാൻ തന്നെ പൊളിറ്റിക്കലി സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കാൽപ്പനികതയൊക്കെ ചേർത്ത് അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രൊഫസർ R രമേശൻ നായർ സാർ നയിക്കുന്നൊരു ജാഥ, കാൽനട ജാഥ, പൈലറ്റ് അനൗൺസർ ഞാനാണ്. അപ്പോൾ ഒരിടത്തെത്തിയപ്പോഴേക്കും സാറ് കേൾക്കുന്നുണ്ട്, പിറകിൽ നിന്ന് നടന്നു വരുമ്പോൾ കേൾക്കാമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അനൗൺസ് ചെയ്തതൊക്കെ പ്രസംഗിച്ചാൽ മതി, അടുത്ത സ്ഥലത്ത് നീ അങ്ങ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പൊതുവേദിയിൽ എൻ്റെ ആദ്യത്തെ പ്രസംഗം അവിടെയാണ്. പിന്നെ പുറകിലാണെങ്കിൽ ക്ലാസ് മുറിയിൽ പ്രസംഗിച്ച് പ്രസംഗത്തോടുള്ള സഭാകമ്പം കഴിയുകയും ചെയ്തല്ലോ. അന്വേഷണത്തിൽ എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. അന്ന് കാസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് മറ്റു പല സ്ഥാപനങ്ങൾ നമ്മളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ വെഞ്ഞാറമൂട് അങ്ങനെ ഒരു പരിസരം ഉണ്ടായിരുന്നു. ഭീമാ സൗണ്ട്സ്, ഞങ്ങൾക്കെല്ലാം മുമ്പും ഞങ്ങളുടെ കാലത്തൊക്കെ സുരാജനാണ് അവിടെ വന്നിരുന്നത്. ഭീമാ സൗണ്ട്സിലെ അബൂക്ക മരിച്ചു ഈ അടുത്ത കാലത്ത്. അബൂക്കായുടെ ഭീമാ സൗണ്ട്സ് ഉണ്ട്. ഭീമാ സൗണ്ട്സിൽ ചെറിയ മുറിയാണ്, ആ മുറിക്കകത്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്യുന്ന ഇത്രയും സിസ്റ്റം ഒന്നുമില്ലല്ലോ, നമ്മുടെ ഈ പഴയ സിസ്റ്റത്തിലാണ്, സ്റ്റീരിയോ സിസ്റ്റത്തിലാണ്. ഇത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ പുള്ളി നന്നായിട്ട് ഈ ലൈവായിട്ടും റെക്കോർഡ് ചെയ്തിട്ടും സുരാജനെ നന്നായിട്ട് ഫീമെയിൽ വോയിസിൽ പറയും. അപ്പോൾ അന്നൊക്കെ അവിടെയുള്ള വെഞ്ഞാറമൂട് മുണ്ടക്കൽ ഗാർമെൻറ്റ്സ്, അപ്പൂസ് ഗാർമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട വെഞ്ഞാറമൂടിലെ കച്ചവട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ ഓണം സമയത്തും അല്ലാതെയൊക്കെയുള്ള കൊമേഴ്സ്യൽ അനൗൺസ്മെൻറ്റുകൾ സുരാജനെ നന്നായി ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. സുരാജനായിരുന്നു അതിൻ്റെ ഒരു പയനിയർ. പിന്നെ മറ്റൊരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ക്രമേണ ഞാൻ അല്ലാതുള്ള അനൗൺസ്മെൻറ്റും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ അനൗൺസ്മെൻറ്റിന് പുറമേ തന്നെ ശബ്ദം കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അന്ന് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അനൗൺസർ എന്നതിൽ നിന്നാണ് പബ്ലിക് സ്പീക്കറിലേക്ക് വരുന്നത്. പബ്ലിക് സ്പീക്കറായി പിന്നീട് പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ നമ്മുടെ കഴിവ് ഇതാണ്, നമ്മുടെ മേഖല ഇതാണ് എന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഒരു പൂർണ്ണസമയ പൊളിറ്റീഷ്യനാണ് എന്ന നിലയിലേക്ക് വന്നതും ശ്രദ്ധിക്കപ്പെട്ടതും. അങ്ങനെ കൂട്ടത്തിൽ ശ്രദ്ധിച്ച ഒരാളൂടെ ഉണ്ട്. അമൃതയെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരിടം എന്ന് പറയുന്ന ഒരു സ്പേസ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഇടം ഒരുക്കിയിട്ടുണ്ട് എന്ന് അമൃത പറയുകയാണ്. അത് ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റിന് അപ്പുറത്തേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അമൃതയുടെ മനസ്സുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ എന്ന് അതെ, ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് കേൾക്കാനൊരിടം എന്നാ എന്റെ പേര്. എന്റെ വീടിന്റെ പേര് ഇവിടം എന്നാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എന്താ പറയുക, അത് വളരെ ചൂസ് ചെയ്തെടുത്ത പേരുകളാണ്. ഇവിടത്തിൽ ഒരിടം, അതായത് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് ഭയങ്കരമായി എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മളുമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നമ്മളൊരിടത്ത് നമ്മൾ രണ്ടുപേരും കൂടി താമസിക്കുന്ന ഒരിടത്ത് നമ്മളുടേതല്ലാതെ ആർക്കും വരാവുന്ന ഒരു സ്പേസ് കൂടെ വേണം അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ യഥാർത്ഥത്തിൽ വീടുകൾ നോക്കി നടക്കുമ്പോഴൊക്കെ നമുക്കൊരു കുറച്ചിത്തിരി ഞങ്ങൾ ഈ സ്പേസ് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് വലിയ ബെഡ്റൂമോ വലിയ സൗകര്യങ്ങളോ എന്നുള്ളതല്ല, കോമൺ ഇടങ്ങളാണ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കൂട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള പ്രൈവറ്റ് സ്പേസസ് കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ കോമൺ ആയ ഇടങ്ങൾ. അപ്പോൾ അതിലൊരിടം ആർക്കും, എൻ്റെ വീട് എന്നുള്ളത് ടൈറ്റിൽ മാത്രമാണ്, പക്ഷെ അവിടെ എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലം. അതിൽ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ എന്നെ റിയലൈസ് ചെയ്തതാണ്, ഞാനിങ്ങനെ ഈ കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുമ്പോൾ വേറൊന്നും ചിന്തിച്ചിരുന്നില്ല. എൻ്റെ ഒരുപാട് കാലത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ മനുഷ്യരെ കേൾക്കുക എന്നുള്ളത്. ഞാനത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനുള്ളൊരു ശേഷിയുണ്ട്. എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഒരു മനുഷ്യനെ ഇരുന്ന് കേൾക്കാൻ പറ്റും. നിങ്ങൾ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റും. അങ്ങനെ 1-2 പേരെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു 10-11 വയസ്സിലാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അച്ഛൻ ഞങ്ങളെയും എൻ്റെ അനിയനെയും വളർത്തിയത് അച്ഛനാണ്.
പക്ഷേ അച്ഛനുണ്ട് അച്ഛൻ വളരെ മിടുക്കനായിട്ട് ഒരു അമ്മയുടെ അച്ഛൻ്റെയൊക്കെ റോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിലും ആ ആള് ഞങ്ങൾ 3 പേരുള്ള വീട്ടിനകത്ത് ഞാൻ വല്ലാതെ എനിക്ക് മനസ്സുകൊണ്ട് ഒറ്റപ്പെടൽ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രീ ആയി നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ അമ്മ ഇല്ലാത്തൊരു വീട്ടിലോട്ട് നിങ്ങളിങ്ങനെ കയറി, അച്ഛനും രാത്രിയിലേ വരുള്ളൂ, പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ, അപ്പോൾ വളരെ രാത്രിയിലേ വരുള്ളൂ. ചെല്ലുന്ന വീട്ടിൽ നിങ്ങൾക്ക് മിണ്ടാൻ ആരുമില്ല, നിങ്ങൾക്ക് അന്ന് നടന്നൊരു കാര്യങ്ങളൊന്നും പറയാൻ ആരുമില്ലാത്തൊരു കൊച്ചു കുട്ടിയുടെ വീട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ വീട് ലിറ്ററലി അതായിരുന്നു. ലിറ്ററലി വീടും ബാക്കി വേറൊന്നും ബുദ്ധിമുട്ടുകളില്ലെങ്കിലും ചെല്ലുമ്പോൾ മിണ്ടാൻ ആരുമില്ല. ഇതെനിക്ക് തോന്നുന്ന എൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ കിടന്നിട്ടുണ്ടാവണം. പിന്നെ ഈ നമ്മൾ തമ്മിലുള്ള സൗഹൃദം എനിക്കുണ്ടായിട്ട് വളരെ ചുരുക്ക സൗഹൃദങ്ങളെ എനിക്കുള്ളൂ. അതൊക്കെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ എനിക്ക് മിണ്ടാൻ എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് മിണ്ടാൻ ഇഷ്ടമായിരുന്ന സമയത്തൊന്നും എന്നെ കേൾക്കാൻ ആളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് എന്തുകൊണ്ട് കേട്ടുകൂടാ, എനിക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ 1-2 പേരെയൊക്കെ കേട്ടു. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സൈക്കോളജിസ്റ്റ് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു റെമഡി തരാൻ പാകപ്പെട്ട ആളല്ല ഞാൻ. എനിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷെ എനിക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗമാകാനോ പറ്റുന്നുള്ളതുകൊണ്ടാണ് ആ സ്പേസ് അങ്ങനെ തുടങ്ങിയത്. കേൾക്കൽ വലിയൊരു പരിപാടിയാണ്. വലിയ പരിപാടിയാണ്, പരിപാടിയല്ല. അങ്ങനെ കേട്ടതിൽ ഒരാളാണ് ഈ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നന്നായി കേട്ടു. നന്നായി. കാരണം എനിക്ക് വന്ന് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ലൈഫാണല്ലോ, SFIയിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും എന്നെ റിലീസ് ചെയ്യാനും എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനും ഒക്കെ പറ്റുന്ന ഒരാൾ ആ സ്പേസ് ആയിരുന്നു. ആ സ്പേസ് നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മെൻറ്ററിങ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ, ഇത് എന്നെ ഹുക്ക് ചെയ്തൊരു ഘടകമായിരുന്നു. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന കാര്യം രജനീഷ് ചോദിച്ചു. തീർച്ചയായിട്ടും അത് അമൃതയുടെ വലിയൊരു സ്വപ്നമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാണ് ഇങ്ങനൊരു സ്ഥലം, രസകരമായൊരു സ്പേസ് നഗരത്തിലെവിടെയെങ്കിലും. അപ്പോൾ അവിടെ കുട്ടികളെ കൊണ്ടുവരാം. അപ്പോൾ അവിടെ ഗാഡ്ജറ്റുകളുണ്ടാവില്ല, ഗാഡ്ജറ്റുകളൊന്നുമില്ലാതെ അതിനകത്ത് വരാം. എന്നിട്ട് അതിനകത്ത് അവിടെ ഫിസിക്കലി എൻഗേജ് ചെയ്യാം, പരസ്പരം ഇരിക്കാം. കുട്ടികൾക്കൊക്കെ തന്നെ കേൾക്കാൻ ആളുകളില്ലല്ലോ, കുട്ടികൾക്ക് വന്ന് ഇയാളോട് സംസാരിക്കാം, അവരോട് കളിക്കാം, അവർക്ക് കളിക്കാനൊരു അതേ സമയം തന്നെ ഈ പാരന്റിന്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനം അങ്ങനെയൊക്കെയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് കുറേ സമയം കൊടുക്കാം, പിന്നെ അതേ സമയം തന്നെ ഈ പാരന്റ്സിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കേൾക്കാനായിട്ട് അവിടെ വേറൊരു സ്പേസ് ഉണ്ടാവാം. അപ്പം ഞാനിത് ക്ലബ് ചെയ്തൊക്കെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് നമ്മൾ അതൊക്കെ നോക്കി, സയന്റിഫിക് ആയിട്ട് നോക്കി അത് ഫീസിബിൾ ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി, നല്ല പൊട്ടൻഷ്യൽ ആണെന്ന് മനസ്സിലാക്കി. പക്ഷേ അതിലേക്ക് പോകുമ്പോഴേ പൂർണ്ണമായിട്ടും ഇയാൾ ഫിസിക്കലി മെൻ്റലി അവിടെ ഉണ്ടാകണം. പിന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് നഗരത്തിലൊരു വീട് അല്ലെങ്കിൽ ഇതുപോലൊരു ഒഴിഞ്ഞ സ്ഥലം, ഇതിനെ പറ്റിയൊരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു തുകയാണ്. അപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ മാത്രമല്ല ഇയാളുടെ ഏണിങ്സ് ഇയാൾക്ക് പോകാൻ ഇയാളുടെ ഏരിയയിൽ ഒരുപാട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയില്ലേ, അപ്പോൾ കുറേ ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. PhD കംപ്ലീറ്റ് ചെയ്തു, പിന്നെ പെട്ടെന്ന് കരിയറിൽ പെട്ടെന്ന് ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ത്രൂ ആവണം. അപ്പോൾ നേരെ അത്തരം സാധ്യതകളിലേക്ക് ഞങ്ങൾ പോയി. പക്ഷേ അനൗപചാരികമായി ഈ പറയുന്നൊരു പ്രക്രിയ ഇയാൾക്ക് താല്പര്യമാണ്, പാഷനാണ്, അത് നടക്കുന്നത് നല്ലതുമാണ്.